2026-ലെ ഫിഫ ലോകകപ്പ് യോഗ്യത നഷ്ടമായെങ്കിലും ഇന്ത്യ കുറഞ്ഞത് 2027-ലെ AFC ഏഷ്യൻ കപ്പിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഈ ആഴ്ച ഹോങ്കോങ്ങിനോട് 1-0 തോറ്റത് കാര്യങ്ങൾ അനിശ്ചിതത്വത്തിലാക്കുകയും പ്രയാസകരമാക്കുകയും ചെയ്തു. നിലവിൽ ഇന്ത്യയ്ക്ക് അവരുടെ 2 യോഗ്യതാ മത്സരങ്ങളിൽ നിന്ന് 1 പോയിന്റ് മാത്രമേയുള്ളൂ. 4 ഗ്രൂപ്പ് മത്സരങ്ങൾ ശേഷിക്കുന്നതിനാൽ സിംഗപ്പൂർ, ഹോങ്കോങ്, ബംഗ്ലാദേശ് എന്നിവർക്കെതിരെ ഇന്ത്യ വിജയങ്ങൾ നേടേണ്ടതുണ്ട്. ഗ്രൂപ്പിലെ ഏറ്റവും മികച്ച ടീം മാത്രമേ 2027-ലെ AFC ഏഷ്യൻ കപ്പിലേക്ക് യോഗ്യത നേടൂ, ബാക്കിയുള്ളവർ പുറത്താകും. നിലവിലെ പരിശീലകനായ മനോളോ മാർക്വേസിന് പകരം പുതിയ പരിശീലകൻ വരുമെന്ന റൂമർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഏഷ്യൻ കപ്പിലേക്ക് പ്രവേശിക്കാനുള്ള ശക്തമായ അവസരം ലഭിക്കുന്നതിന് അവരുടെ ശേഷിക്കുന്ന ഗ്രൂപ്പ് മത്സരങ്ങളെല്ലാം ജയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗ്രൂപ്പ് സിയിൽ ഏറ്റവും പിന്നിലായി 4-ാം സ്ഥാനത്താണ് ഇന്ത്യ. 4 ടീമുകളുടെയും 2 മത്സരങ്ങൾ വീതം പൂർത്തിയായപ്പോൾ ഹോങ്കോങ് 4 പോയിന്റുമായി ഒന്നാമതാണ്. ബംഗ്ലാദേശ് 2 പോയിന്റുമായി 2-ാം സ്ഥാനത്തും സിംഗപ്പൂര് 2 പോയിന്റുമായി 3-ാം സ്ഥാനത്തുമാണുള്ളത്. ഇന്ത്യക്ക് ഇനി സിംഗപ്പൂരിനെതിരെ 2 മത്സരങ്ങളും ഹോങ്കോങ്ങിനെതിരെ 1 ഹോം മാച്ചും ബംഗ്ലാദേശിനെതിരെ 1 എവേ മത്സരവും ഉൾപ്പെടെ 4 മത്സരങ്ങൾ ബാക്കിയുണ്ട്. ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിച്ചാലും മറ്റ് മത്സരങ്ങളുടെ ഫലത്തെ കൂടി ആശ്രയിച്ചാവും ഇന്ത്യയുടെ സാധ്യതകള്. 1964-ലെ റണ്ണേഴ്സ് അപ്പാണ് ഇന്ത്യ. ഇന്ത്യയുടെ ശേഷിക്കുന്ന മത്സരങ്ങള് 2025 ഒക്ടോബർ 9 സിംഗപ്പൂര് എവേ, 2025 നവംബർ 14 സിംഗപ്പൂര് ഹോം, 2025 നവംബർ 18 ബംഗ്ലാദേശ് എവേ, 2026 മാർച്ച് 31 ഹോങ്കോങ് ഹോം. ഇന്ത്യ ഇതുവരെ തുടർച്ചയായ 3 തവണ AFC ഏഷ്യൻ കപ്പ് യോഗ്യത നേടിയിട്ടില്ല. ഇത്തവണ വിജയിച്ച് 2027-ലെ AFC ഏഷ്യൻ കപ്പിന് യോഗ്യത നേടിയാൽ ഇന്ത്യക്ക് ചരിത്രനേട്ടം കൈവരിക്കാമായിരുന്നു. സുനിൽ ഛേത്രി നായകനായ ടീം 2019-ലും 2024-ലും യോഗ്യത നേടിയിരുന്നു.